Hi everyone, it's me Rahul. Welcome to Rich Talks. നിഫ്റ്റി നമ്മൾ പറഞ്ഞ ലെവലിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ഏരിയയിൽ വന്നിട്ട് റിജക്ഷനാണ് വന്നത്. നമ്മുടെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടായിരുന്നില്ല. സോ ബുള്ളിഷ് സൈഡിലുള്ള ട്രേഡ് നമുക്ക് ഓബ്വിയസ്ലി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് ലെവൽ ആയിരുന്നുണ്ടായിരുന്നത്. ബട്ട് സപ്പോർട്ട് ലെവലിന്റെ യെസ് സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് വന്നു. ബട്ട് അത് ബ്രേക്ക് നമുക്ക് ഒബ്വിയസ്ലി താഴോട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി അതിൻ്റെ ഉള്ളിൽ ആ ഒരു സർട്ടേൺ ഏരിയയിൽ കൺസോൾഡേറ്റ് അല്ല മേ ബി ഒരു ഹൈയിൽ പോയിട്ട് സെലോൺ റൈസ് കൺസെപ്റ്റിൽ എടുക്കാം നോക്കുന്നവർക്ക്. മീൻസ് മുകളിൽ നിന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിഫ്റ്റി നേരെ താഴോട്ട് വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സെല്ലോൺ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് താഴെ വന്ന് ടാർഗറ്റ് ചെയ്യായിരുന്നു. ബട്ട് മുകളിൽ നിന്ന് ഞാൻ ഒബ്വിയസ്ലി കണ്ടില്ല. ഞാൻ സ്റ്റോക്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്ത്. താഴെ അത് കഴിഞ്ഞ് പിന്നെ താഴെ ഞാൻ ഒന്ന് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രമിച്ചു. ബട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. സോ ലീവ് ചെയ്തത്. ബട്ട് എൻ്റെ കൂടെ ചെയ്ത ആള് അവൻ നല്ലോണം ചെയ്തിരുന്നു. അവൻ മുകളിൽ നിന്ന് ചെയ്തിട്ട് ഏകദേശം മുകളിൽ നിന്നല്ല ഒരു ഹാഫിൽ നിന്ന് കിട്ടി അവന്. സോ ഹി മേഡ് എ ഗുഡ് പ്രോഫിറ്റ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചാറ്റിലോട്ട് പോവാം. ഇന്നത്തെ ചാറ്റ് നോക്കിയിട്ട് നാളത്തെ ട്രേഡ് പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ, ഗുഡ് ദ ചാറ്റ്. ഹായ്, നമുക്ക് ചാർട്ട് നോക്കാം. സി നിഫ്റ്റി കണ്ടില്ല. നിഫ്റ്റി നമ്മൾ 50 മിനിറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടോ? ഏകദേശം ഒരു എവിടെയാണിത്? ഓക്കെ, 9th മെയ് മുതൽ 9th മെയ് ഇപ്പോൾ ഒരു മാസം 1.5 മാസം ആകാറായി. 9th മെയ് മുതൽ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, ഭയങ്കര ഒരു ബയ്യർ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. സോ നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പോയിട്ട് ജസ്റ്റ് ഇതിന് ലെവൽസൊക്കെ ജസ്റ്റ് നാളത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഞാൻ ഫുള്ള് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ ചാർട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ചാർട്ട് നല്ല വൃത്തി കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? സോ നമുക്ക് നാളത്തെ അനാലിസിസിന് വേണ്ടിയിട്ട് ഇന്നത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കണം. ഓക്കെ, യെസ്റ്റർഡേ ഒരു ബിയറിഷ് ആയിരുന്നു. ഇന്ന് ഒരു ഹാമർ ആണ്, അല്ലെങ്കിൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. സോ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. സോ നമുക്ക് മെയിൻ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം. നമ്മൾ നാളത്തേക്ക് ജസ്റ്റ് മെയിൻ ലെവൽസ് ഇതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ലോ ഒന്ന് മാർക്ക് ചെയ്യാം, നിഫ്റ്റിയുടെ മന്ത്ലി ലോ. ഓക്കെ, മന്ത്ലി ലോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് നമുക്ക് ഏകദേശം. ഓക്കെ ഓക്കെ, ഇത് ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. $24,500. ഓക്കെ, സോ ഇറ്റ്സ് ഓൺ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ 24,500. അത് 24,500 ആണ് ഇമ്പോർട്ടൻറ്റ് ലെവൽ, ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഈ ഒരു ഹൈയും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് 25,100 അല്ലെങ്കിൽ ഓക്കെ ഇത് മതി. ഇത് ബ്രേക്ക് ചെയ്തതൊരു ഫേക്ക് ഔട്ട് ആയിരുന്നു ആക്ച്വലി. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽ നമുക്ക് ഇത് തന്നെയാണ്. സോ നമ്മൾ ഡേ ഹൈയും ഡേ ഹൈ അല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് രണ്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽ എന്തിനാ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ ലെവലിലും താഴെ പോയി നിഫ്റ്റി ഒബിയസ്ലി നമുക്ക് ബിയറിഷ് ഞാൻ പറയുന്നുണ്ടല്ലോ, ബിയറിഷ് അല്ല, മന്ത്ലി ബിയറിഷ് അല്ല എന്നുള്ള ആ ബിയറിഷ് സെന്റിമെന്റ്സ് ബുള്ളി സെന്റിമെന്റ്സ് മാറിയിട്ട് ഫുള്ളി നിഫ്റ്റി ബിയറിഷിലോട്ട് പോകും. അതുവരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാനേ കഴിയത്തുള്ളൂ. ഒരു ഇൻട്രാഡേ ട്രേഡ് ഡയറക്ഷനിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ട്രെൻഡ് ലൈൻ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, സി it ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടെ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ സോ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ടച്ചസ്. ഓക്കെ, 1 2 ഇത് ബ്രേക്ക് ചെയ്തു, മുകളിൽ പോയി 3 4 5 6 7
8, 9. ഓക്കെ ഓക്കെ 9 ടച്ചസ് ഉണ്ട് ആ ട്രെൻഡിന്. ഒബ്വിയസ്ലി 3 എബോവ് ആണെങ്കിൽ നമുക്ക് അതൊരു വാലിഡ് ട്രെൻഡ് ലൈൻ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. സി ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് നോക്കി. സി ഇന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഈ ട്രെൻഡ് ലൈനിലാണ്. ഈ ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് പുൾ ബാക്ക് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി താഴോട്ട് വന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് പുൾ ബാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിൽ ഈ ട്രെൻഡ് ലൈൻ, ഈ ഒരു ആംഗുലാർ, ഇതിന് പറയുന്ന പേര് ആംഗുലർ സപ്പോർട്ട്, ആംഗുലർ റെസിസ്റ്റൻസ്. അപ്പം ഇതിപ്പം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 2 സപ്പോർട്ട് ഉണ്ട് നിഫ്റ്റിക്ക്. ഇന്നലെ ഈ ട്രെൻഡിലാണ് സപ്പോർട്ട് ചെയ്തത്. ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്തു. ഇന്ന് റൈസ് ചെയ്തു, തിരിച്ചു വീണു, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഇപ്പം ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്തു. മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ ആയിട്ട് കാണുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ പ്ലാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24/750 അതൊരു മേജർ സപ്പോർട്ടാണ്. നമ്മൾ OA ഡാറ്റ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ OA ഡാറ്റയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ OA നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് 750, 900, 800, 500. ഓക്കെ, അപ്പം നാളെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് 24/500 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് മുകളോട്ടുള്ള ട്രേഡ് നാളെ വരണമെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യണം. 24/900 അബോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് മുകളോട്ടുള്ള ട്രേഡ് ഉള്ളൂ. 1 അവർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാം, ബട്ട് 1 അവർ ഇട്ട് കാണിച്ചു തരാം. സി അപ്പം ഈ ഒരു ഏരിയ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽ. ഓക്കെ, ഡേ ലെവൽ, ഡേ ലോ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഡേ ലോ ഈ ഡേ ലോ നാളെ ബ്രേക്ക് ചെയ്യാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നത് രാവിലെ നേരെ ബ്രേക്ക് ആണെങ്കിൽ ചാടി എടുക്കണ്ട, പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് റിക്കവർ ചെയ്ത് മോളിൽ പോകും. മുകളിൽ ചെന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനാണ് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ നിൽക്കണ്ടേ. ഇവിടുന്ന് നേരെ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കരുത്. ഫേക്ക് ഔട്ട് ആയിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോസ് ആവും. സോ ഇതിന് മുകളിൽ പോകണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇതിന്റെ മുകളിൽ പോട്ടെ. ഈ മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ മൂവ്മെന്റ് എല്ലാം ഇവിടുന്ന് വന്ന മൂവ്മെന്റ്സ് ആണ്. ഈ ട്രെൻഡ് ലൈൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഈ രണ്ട് ട്രെൻഡ് ലൈൻ. സോ ഡേയിലോ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കാം. ഡേയിലോ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ കൂടെ ഒരുമിച്ച് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള ഈ ഒരു ട്രേഡ് കിട്ടും താഴോട്ട്. 24/500 അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, മുകളോട്ടാണെങ്കിൽ 24/900 ബ്രേക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ 850 ബ്രേക്ക് ചെയ്തിട്ട് മുകളോട്ട് പോകണം. എന്നാലേ മാത്രമേ നമുക്ക് മുകളോട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാവേ. ഓക്കെ, ഇങ്ങനെയാണ്. ഇതിന്റെ മുകളിലാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. സോ എന്തായാലും നമുക്ക് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടെയാണ്, ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ കാണാൻ കഴിയും. സോ എക്സ്പയറി ഡേയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ട്രേഡ് ഇൻഡെക്സിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എടുക്കുക. നിഫ്റ്റിയുടെ എക്സ്പയറി മാറാൻ പോകാമെന്ന് കേട്ട് നിഫ്റ്റിയുടെ എക്സ്പയറി ട്യൂസ്ഡേയിലോട്ട് മാറുകയെന്നാണ് ജസ്റ്റ് റിപ്പോർട്ട് ഉള്ളത്. സോ നാളത്തെ ട്രേഡ് ഇതാണ് നമ്മുടെ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ബിയറിഷ് സൈഡിലോട്ട് 24/500, 24/900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് 25,000, 25,100, 200 ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.